DC ബുക്സിനെതിരെ പി ജയരാജൻ ആത്മകഥാ വിവാദത്തിൽ ആസൂത്രിത ഗൂഢാലോചന നടന്നു. DC ബുക്സ് മര്യാദ കാട്ടിയില്ല, ഒരു വരി പോലും പ്രസിദ്ധീകരിക്കാൻ ആർക്കും നൽകിയിട്ടില്ല. ടൈംസ് ഓഫ് ഇന്ത്യയെ മുന്നിൽ നിർത്തി മറ്റ് പത്രങ്ങളിൽ വാർത്ത കൊടുപ്പിച്ച് മറ്റ് മാധ്യമങ്ങളുടെ ലീഗൽ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തിച്ചിട്ട് നടത്തിയിട്ടുള്ള ആസൂത്രിതമായൊരു പദ്ധതിയാണ്. സാധാരണ പുസ്തക പ്രസാധകന്മാരും ഉയർന്ന നിലവാരം പുലർത്താറുണ്ട്. ഇതെല്ലാം ഇവിടെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നിൽ ആരെന്ത് സൂചന കിട്ടുമ്പോൾ പറയുമെന്നും പി ജയരാജൻ. പരസ്യച്ചേരിപ്പോരിനിടെ നിർണായക BJP യോഗം ഇന്ന് കൊച്ചിയിൽ. പാലക്കാട്ട് എങ്ങനെ വോട്ട് കുറഞ്ഞെന്ന വിലയിരുത്തൽ പ്രധാന അജണ്ട. തോൽവിക്ക് ശേഷമുള്ള പ്രസ്താവന യുദ്ധങ്ങൾ ചർച്ചയാകും. തൃശൂർ നാട്ടികയിൽ ലോറി പാഞ്ഞു കയറി 5 പേർക്ക് ദാരുണാന്ത്യം. അപകടം പുലർച്ചെ. മരിച്ചത് റോഡരികിൽ ഉറങ്ങിക്കിടന്ന നാടോടി സംഘം. അപകടമുണ്ടാക്കിയത് കണ്ണൂരിൽ നിന്ന് വന്ന തടി കയറ്റിയ ലോറി. ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നുവെന്ന് സംശയം പ്രകടിപ്പിച്ച നാട്ടുകാർ. വയനാട് പുനരധിവാസത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരായ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. കോടതിയെ സമീപിച്ചത് എൽസൺ ഹാരിസൺ എസ്റ്റേറ്റ് ഉടമകൾ. വയനാടിന്റെ ദുരിതത്തിന് പരിഹാരം നിർദ്ദേശിക്കാൻ ന്യൂസ് 18 പരമ്പര തുടരുന്നു. മറന്നു വയനാടിനെ. കനിവ് കാത്ത ചൂരൽ മലയടിവാരത്ത് സർവ്വതും നഷ്ടമായി അണ്ണയ്യന്റെ ജീവിതം. രാജ്യത്തെ വിറപ്പിച്ച മുംബൈ ഭീകരാക്രമണം കഴിഞ്ഞിട്ടിന്ന് 16 വർഷം. പാക് ഭീകരർ നടത്തിയ കൂട്ടക്കുരുതിയിൽ പൊലിഞ്ഞത് 166 ജീവൻ. ഇടുക്കിയിലെ കർഷക പ്രശ്നം ഏറ്റെടുത്ത ആം ആദ്മി പാർട്ടി. കർഷകരെ സർക്കാർ വഞ്ചിക്കുന്നെന്ന് ആരോപിച്ച് മണ്ണവകാശ പ്രഖ്യാപന യാത്ര. കർഷക സംവാദ സദസ്സുകൾ നടത്താനും AAP.